він порушив всі заповіді. Зажадав наш дім, прийшов нас вбивати. Світ бачить це. Бог знає це. യുക്രൈനിലെ കീവിലെ 1000 വർഷം പഴക്കമുള്ള വിശുദ്ധ സോഫിയ കത്തീഡ്രലിന് മുന്നിൽ നിന്നുള്ള വീഡിയോ സന്ദേശത്തിലാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്റെ രാജ്യത്തിലെ ഓർത്തഡോക്സ് സഭാ വിശ്വാസികളായ പൗരന്മാരോട് സംസാരിച്ചത്. യുക്രൈനിലെയും റഷ്യയിലെയും ഓർത്തഡോക്സ് സഭ ഇന്നാണ് യേശുവിന്റെ ഉത്ഥാന തിരുനാൾ ആഘോഷിച്ചു പോരുന്നത്. യുക്രൈനിയൻ ജനത പ്രാർത്ഥനയിൽ ഒന്നിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ദൈവസന്നിധിയിൽ മാത്രമാണ് മുട്ടുകുത്തുന്നതെന്നും അധിനിവേശക്കാർക്കും ആക്രമണകാരികൾക്കും മുന്നിൽ തങ്ങൾ മുട്ടുമടക്കില്ലെന്നും സെലൻസ്കി വ്യക്തമാക്കുന്നു. മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവം യുക്രൈനിയൻ ജനതയെ നയിക്കുമെന്നും ഈസ്റ്റർ സന്ദേശത്തിൽ വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യൻ അധിനിവേശത്തിലും യുദ്ധത്തിലും പെട്ട പതിനായിരങ്ങളാണ് യുക്രൈനിൽ കൊല്ലപ്പെട്ടത്. ദശലക്ഷക്കണക്കിന് ആളുകളാണ് യുക്രൈനിൽ നിന്നും പലായനം ചെയ്ത യൂറോപ്പിന്റെ പല രാജ്യങ്ങളിലും അഭയം തേടിയത്. യുദ്ധം അതിന്റെ 3ാം വർഷത്തിലും തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.